നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കിള്ളിമംഗലത്തെ സ്പിന്നർ ഫാമിലാണ്. സ്പിന്നർ ഫാമിലെ പശുവിന്റെയും ആടിന്റെയൊക്കെ വീഡിയോ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പശു ആയാലും ആടായാലും കോഴി ആയാലും ഒക്കെ ഹൈടെക് കൂടുകളിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ കോഴി വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് 100-300ഓളം നാടൻ കോഴികളെ ഇവിടെ വളർത്തുന്നുണ്ട്. തുടക്കത്തിൽ BB380 വളർത്തി കഴിഞ്ഞ് അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അസുഖം വന്ന് പൂർണ്ണമായും ചത്തുപോയപ്പോൾ പൂർണ്ണമായി ഇനി നാടൻ കോഴിയിലേക്ക് മതി, നാടൻ കോഴി വളർത്തിയാൽ മതി എന്ന് തീരുമാനിച്ചാണ് ജോർജ് ഏട്ടൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നാടൻ കോഴിയിലേക്ക് വന്നത്. അപ്പോൾ ജോർജ് ഏട്ടനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ജോർജ് ഏട്ട, ഫാമി മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം, ഒരു ഇടവേളയ്ക്ക് ശേഷം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഇപ്പൊ ഈ നാടൻ കോഴീനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത നാടൻ കോഴിക്കുണ്ടോ? അപ്പൊ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല നാടൻ കോഴിയുടെ വീഡിയോകളിലും ആളുകൾ പറയുന്നത് നാടൻ കോഴിയല്ല, ഇത് മറ്റ് ഹൈബ്രിഡ് ഇനം കോഴികളാണ്, നാടൻ കോഴിയുടെ ഗുണമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നാടൻ കോഴി ആണെന്ന് ജോർജ് ഏട്ടന് മനസ്സിലാവാൻ കാരണം, അല്ലെങ്കിൽ ജോർജ് ഏട്ടൻ വാങ്ങിയത് എങ്ങനെയാണ്? അതെ, ഇവിടെ മൊത്തം നാടൻ കോഴി ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മള് ഈ ചാത്തൻ കോഴികള് കുറച്ച് വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്രോസ് ആയിട്ട് വന്നിട്ട് കുറച്ച് കോഴികൾ ഇതിൽ കയറി വന്നതാ. ആ മുട്ട ഞങ്ങളിവിടെ ഇവിടെ ഇൻക്യുബേറ്റർ ഉണ്ട്, അതിൽ വിരിച്ച് എടുക്കണതാ. ഓ ശരി. അപ്പം അങ്ങനെ കുറച്ച് ക്രോസ് ആയിട്ട് കുറച്ച് കോഴികളോട് വന്നതാ. ഞങ്ങള് നാടൻ കോഴി വളർത്താനാണ് ഉദ്ദേശിച്ചത്. നാടൻ കോഴി തന്നെയാണ് ഇതിലും, പക്ഷെ അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്. ഞാൻ കോഴിമുട്ട കണ്ടാ നമുക്കറിയാം, നാടൻ കോഴികൾ ആൾക്കാർക്ക് കോഴിമുട്ട കണ്ടാലും അറിയാൻ പറ്റും. അപ്പൊ ഇത്രയും നല്ലൊരു കൂട്ടില് കോഴി വളർത്താൻ തീരുമാനിക്കാനുള്ള കാരണം എന്താ? ഞങ്ങൾ ആദ്യം ഇവിടെ മുട്ടക്കോഴിയാ വളർത്തിയത്. ആദ്യം തുടക്കത്തില് 380. അതിവിടെ നിന്ന് നന്നായി, പക്ഷെ തീറ്റ കണ്ടമാനം വേണം, അതിനനുസരിച്ച് മുട്ട ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഇതിലെ കൊണ്ടുവരുന്ന ഒരു 19 കോഴിനെ മേടിച്ച് അതിന് ഇട്ടു. കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഈ തമിഴന്മാര് കൊണ്ടുവരുന്ന കോഴി കുട്ടികള്. ഓ ശരി. അത് ഇട്ടിട്ട് അതിന് അസുഖമുള്ളായിരുന്നു. കംപ്ലീറ്റ് കോഴി പോയി. അയ്യോ. അപ്പൊ കംപ്ലീറ്റ് അവസാനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ തനി നാടൻ മാത്രം നമ്മുടെ ഇവിടെ ഉണ്ടാക്കി, പിന്നെ ഇവിടെ വിരിച്ചുണ്ടാക്കി കുട്ടികളാക്കി ഇങ്ങനെ കൊണ്ടുവന്നു. നമ്മള് കോഴികളുടെ കൂട്ടത്തിലേക്ക് ഇപ്പൊ പുതിയതിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് അസുഖമൊന്നും ഇല്ല എന്നുള്ള ഉറപ്പിക്കണം അല്ലേ? അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളതും പോവും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാറ്റിയിട്ടിട്ടൊക്കെ വേണമായിരുന്നു. അപ്പൊ അത് നമുക്കൊരു അബദ്ധം പറ്റി. ആ അബദ്ധത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഓ ശരി ശരി. അപ്പൊ നമ്മൾ എന്നിട്ട് ഈ പിന്നീട് നാടൻ കോഴീനെ നമ്മള് തുടങ്ങുമ്പോ ആ നാടൻ കോഴികളെ എവിടെ നിന്ന് വാങ്ങിയത്? അത് കുറാഞ്ചേരി ഒരു ഭാഗത്ത് നിന്ന് മേടിച്ചു, പിന്നെ വീടുകളിൽ നിന്ന് മേടിച്ചു. കോഴികളെ ഞാൻ മേടിച്ചു, നാട്ടിൻപുറത്തെ വീടുകളിൽ നിന്ന് മേടിച്ചു. അപ്പൊ എത്ര കോഴിയായിട്ട് നമ്മൾ തുടങ്ങിയത്? അപ്പൊ അന്ന് തന്നെ വീട് ഒരു 50 മേടിച്ചിട്ടുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ അത് മുട്ട ഇട്ടപ്പോ ഞങ്ങൾ ഇവിടെ വിരിച്ചുണ്ടാക്കി കൂടുതലുണ്ടായി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കോഴികളെ കൊടുത്തോണ്ട് വരുന്നായിരുന്നു. കോഴികളെ കൊടുക്കണ്ടായിരുന്നു, ഇവിടെ തൂക്കം കൊടുക്കും. വലിയ കോഴികളെ, വലിയ ചാത്തൻ കോഴികളെ കൂടെ കൊടുത്തായിരുന്നു. ഓ ശരി. ഇപ്പൊ കുറച്ചു നാളായിട്ടില്ല. എന്നുവെച്ചാൽ അതിന്റെ ആ മെഷീൻ കുട്ടികൾ ഈ മുട്ട വിരിക്കാനുള്ള മെഷീൻ കംപ്ലൈന്റ് ആയി. ഈ നാടൻ കോഴീനെ വളർത്താമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? അതായത് മറ്റതൊക്കെ കൊടുത്തു, അസുഖം വന്നു, അതൊക്കെ കൊടുത്തു കഴിഞ്ഞു, പിന്നെ നാടൻ കോഴി മതി ഇനി എന്ന് തീരുമാനിക്കണല്ലോ. അപ്പൊ അതിനെന്തായിരിക്കും കാരണം? നാടൻ കോഴി എന്ന് വെച്ചാൽ ഇവിടെ വന്ന ആൾക്കാർ കോഴിമുട്ടയ്ക്ക്, നാടൻ കോഴിക്ക് ആൾക്കാർ മുട്ടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന് ഇവിടെ ഇപ്പൊ 75-100 മുട്ടയ്ക്ക് ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇവിടെ തന്നെ ചെലവാകുന്നുണ്ട്. ഇവിടെ ഒന്നും മുട്ട വാങ്ങിട്ട് പോകും. തനി നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് വേണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഓ ശരി. അപ്പൊ നമ്മള് ഇതിന് മുട്ട വിപണനത്തിന് മറ്റു കടകളിലൊന്നും കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. ശരി. ഈ നമ്മളിപ്പോ കോഴീനെ കൊടുക്കണ്ടോ അല്ലെങ്കിൽ കൊടുക്കണ്ടോ എത്ര രൂപയായിട്ട് അവള് കൊടുക്കണേ? ഞങ്ങളിപ്പോ 350 ആയിട്ടാണ് കോഴി കൊടുക്കുന്നത്. ഇപ്പൊ കൊടുക്കാനില്ല, നിലവിൽ നമ്മുടെ ഇല്ല കൊടുക്കാൻ. നിലവിലില്ല. അതായത് ചാത്തൻ കോഴിയുടെ വിലയാണോ? രണ്ടിന്റെയും വില ഒന്നിച്ചാണ്. അതായത് പെടയാണെങ്കിലും ചാത്തനായാലും കിലോ റേറ്റ് അല്ലേ 350 കിലോ? ഓ ശരി ശരി. അപ്പൊ ഈ 350 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ പറയുന്ന ചില ആളുകൾ പറയുന്നു 350-400 കൂടുതലാണ് റേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നാടൻ കോഴിയുടെ ഒക്കെ റേറ്റ് എങ്ങനെ? നമ്മൾ വാങ്ങുമ്പോ 300-400 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് എന്നാ വെച്ചാല് നമ്മളിവിടെ ഹോൾസെയിലായിട്ട് കച്ചവടക്കാരല്ല കൊണ്ടുപോണേ, ഈ പാർട്ടികളെ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോവുക. പിന്നെ ഈ വീടുകളിലെ അമ്പലത്തില് മറ്റേ പൂജക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥിരമായി കൊല്ലത്തിൽ സ്ഥിരമായി കൊണ്ടുപോകണം.
അത് നാടൻ കോഴിനെ ഒരു കൊല്ലം സ്ഥിരമായി വരും ചില പാർട്ടികള്. ഓ ശരി ശരി ശരി. അത് ഈ ചാത്തൻ കോഴീനൊക്കെ അവർക്ക് വേണം. പിന്നെ ഈ നാടൻ കോഴി ആയാലും ഏത് കോഴിയായാലും ഈ കോഴികളെ വളർത്തുമ്പോൾ ആൾക്കാർ പ്രധാനമായിട്ടും പറയുന്നത്, അല്ലെങ്കിൽ കർഷകർ പ്രധാനമായിട്ടും പറയുന്നത് അസുഖമാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫാമിലേക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നത് കുറെ കോഴികൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് എന്തോ ഒരു അസുഖം വന്ന് കുറെ ചത്തുപോയി എന്ന് പറയുന്നു. വിഷമം പറയാണ് അവര്, കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ കോഴികൾക്ക് പ്രധാനമായും അസുഖങ്ങൾ വരാറുണ്ടോ? ഇപ്പൊ അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. ഇടയ്ക്ക് കോഴി മുട്ട കൊത്തി കുടിക്കാൻ അസുഖങ്ങളായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇല്ല. കോഴി മുട്ട കൊത്തി കുടിക്കുക, അങ്ങനെ കാൽസ്യത്തിന്റെ കുറവുണ്ട്, അങ്ങനെ അപ്പൊ അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ കൊടുക്കും. എന്ത് മരുന്നാ കാൽസ്യം? അത് ഒരു പൊടിയുണ്ട് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളത്. പിന്നെ കാൽസ്യം ലിക്വിഡ് കിട്ടും. പൊടി എന്ന് പറഞ്ഞാൽ നമ്മള് പുറത്ത് വാങ്ങുന്നു. മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടും, പുറമേ നിന്നും കിട്ടും. കാൽസ്യം പൗഡർ പശുവിന് കൊടുക്കാനും കാൽസ്യം മേടിക്കാറുണ്ട്. അപ്പൊ ആ കാൽസ്യം വിറ്റെടുക്കും, കുറച്ച് തീറ്റയിൽ കൊടുക്കും. അല്ല, എനിക്കിത് ഈ പറയുന്ന കാൽസ്യം കുറവാകുമ്പോഴാണ് ഇവര് മുട്ട കുത്തി കുടിക്കുന്നതും. അങ്ങനെ പറയണ കാൽസ്യം മുട്ടത്തോട് തിന്നും. അവര് തന്നെ മുട്ടയിട്ട് അവര് തന്നെ കുടിക്കും. ഈ അതുപോലെ തന്നെ ഈ കോഴികൾ പരസ്പരം തൂവല് കുത്തി തിന്നുന്നു. അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ഒരു ഹോർമോണിന്റെ കുറവാണ്. അതിന് മരുന്ന് കിട്ടാറുണ്ട്. ഇതന്നെ മെയിനായിട്ട് കാൽസ്യത്തിന്റെ തന്നെയാണ്. കോഴിയുടെ അതിന്റെ തൂവല് മറ്റു കോഴിയുടെ തൂവല് ഇവർ കൊത്തി. മറ്റു കോഴികളുടെ സ്വന്തം കോഴിയുടെയും അവരവരുടെ തന്നെ മറ്റേ ഈ തൂവലുകൾ വാലില്ലാത്തൊക്കെ അവനെ കുത്തിപ്പറിച്ചതാ. അതന്നെ. അല്ല, അതിങ്ങനെ പലവിധ കോഴി കർഷകര് ഓരോരോ പ്രയാസമാണ് പറയണത്. പിന്നെ മുട്ട വിറ്റ് പോകാൻ പ്രയാസം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളിവിടെ അങ്ങനെയില്ല. ഇല്ല, എനിക്ക് ഇല്ലാത്ത കുഴപ്പമുള്ളൂ ഇവിടെ. മുട്ടയുണ്ട്, വിറ്റ് പോകും. നമ്മൾ എത്ര രൂപയായിട്ടാ മുട്ടയ്ക്ക് കൊടുക്കുന്ന? കോഴിമുട്ട 10 രൂപയ്ക്ക് ഇവിടെ വന്നാൽ കൊടുക്കണം. നാടൻ കോഴിയുടെ മുട്ട 10 രൂപയായിട്ട്. താറാമുട്ട 12 രൂപയായിട്ട്. 12 രൂപയായിട്ട്. താറാവുണ്ട് നമ്മുടെ ഉണ്ടല്ലോ അല്ലേ? താറാവുണ്ട്. എത്ര താറാവുണ്ട് നമ്മുടെ? അത് 30 എണ്ണം. അത്രേ ഉള്ളൂ. അത് താറാവ് വെക്കുന്ന എങ്ങനെ? ഇറച്ചിക്കാണോ പോണത്? താറ മുട്ടയുടെ കൊടുക്കണം. മറ്റേ ചിലർ അത്യാവശ്യക്കാർ വരും ചിലര്, അപ്പൊ കൊടുക്കും. അത് ഈ 350 രൂപയായിട്ട് തന്നെ കൊടുക്കണത് അല്ലേ? തൂക്കം കിലോയ്ക്ക് 350 തന്നെയാണ് താറാവ്. താറാവിന്റെ മുട്ട 12 രൂപയായിട്ട് അല്ലേ? ഓക്കെ. ഇത് ഇപ്പോ വീണ്ടും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പൈസ മുടക്കിയിട്ടാണല്ലോ ഇതിന് കൂട് പണിതിരിക്കണത്. കോഴിക്കൂടിന് നമ്മളെവിടെയും കണ്ടില്ലല്ലോ, ഒരു ചെറിയ നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പരിപാടിയായിരിക്കും. ഇവിടെ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് കോഴിക്ക് കൂട് പണിതിരിക്കണത്. ഒരു ചെറിയ കൂട്, ഉള്ളിലത്തെ കൂട്, പുറത്ത് ഒരു വേറൊരു ഓപ്പൺ കേജ്. അപ്പോ ഇത്ര രൂപ മുടക്കിയിട്ട് ഈ കോഴി വളർത്തൽ നടത്തിയ ലാഭമുണ്ടോ? നമ്മളെല്ലാത്തിന്റെയും കൂടെ മുതൽ കണക്കാക്കുമ്പോൾ വലിയ ലാഭമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്നുവെച്ചാ തീറ്റ കൊടുക്കുന്നതും അതും ഇതൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ലാഭത്തിലാപ്പം. അതല്ലേ? ഈ മുതൽ മുടക്കി മുഴുവൻ കിട്ടണമെന്ന് വെച്ചാൽ കിട്ടില്ല. അതൊരു 50 വർഷം കഴിയേണ്ടി വരും അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. അല്ല, ഇത് ചോദിക്കണതേ, നമ്മുടെ മൊത്തത്തിൽ ഫാം നടത്തുന്നതിന്റെ ഭാഗമായി എല്ലാം അതിന്റെ ക്വാളിറ്റിയിൽ പണിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനല്ലേ കാണാൻ പറ്റും. ഫ്രീ ആയി നടക്കാനും കൂട്ടാനും. അല്ലാതെ രസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് മഴ പെയ്യുമ്പോ കയറി നിൽക്കാനും. തണലുണ്ട്, മുകളിലെ ചെടി വളർത്തിയിട്ടുണ്ടേ. ഈ തണലും ചെറിയൊരു തണലും കിട്ടും. പിന്നെ ചെടി താഴത്തേക്ക് വരെ കോഴികൾ അനുവദിക്കൂലല്ലോ. അപ്പൊ ഞങ്ങൾ കട്ട് ചെയ്യാറുണ്ട്. അതന്നെ. അല്ല, താഴത്തേക്ക് തൂക്കി എത്തിക്കഴിഞ്ഞാൽ വന്നാലും കോഴി കൊത്തി തിന്നില്ലേ? ഇവിടെ കോഴികൾക്ക് കൊടുക്കുന്ന പ്രധാന തീറ്റകൾ എന്തൊക്കെയാ? കോഴിത്തീറ്റയും അതിന്റെ കുറച്ച് അരിയും മിക്സ് ചെയ്യും. കോഴിത്തീറ്റ എന്ന് പറയുന്നത് നമ്മള് എവിടെ നിന്ന് വാങ്ങണതാ? ഞങ്ങള് ചേലക്കര നിലയ്ക്ക് അത്താണിയിലൊരു കടയുണ്ട്. തീറ്റ എന്ത് തീറ്റ എന്ന് പറയാൻ പറ്റുമോ? തീറ്റയുടെ പേര് പറയാൻ പറ്റുമോ? തീറ്റയുടെ പേര് SKM ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. SKM പെല്ലറ്റ്. ഇതും പെല്ലറ്റ് തന്നെയാണല്ലേ? പിന്നെ പൊടിയുണ്ട്, രണ്ടുകൊണ്ട് പൊടിയുണ്ട്. ചിലപ്പോ ഏതാ എപ്പോഴും കിട്ടാന്ന് അറിയില്ല. ശരി. ആ തീറ്റ അല്ലാതെ മറ്റേതെങ്കിലും? പിന്നെ കുറച്ച് വേസ്റ്റ് അരിയും. കോഴിത്തീറ്റ തന്നെ കൊടുത്താൽ മുതലാവില്ല. ഇല്ല, നല്ല വിലയുണ്ട്. പിന്നെ കുറച്ച് വേസ്റ്റ് പുല്ലോ അങ്ങനത്തെ ഒക്കെ കുറച്ച് വേസ്റ്റ് പുല്ല് എന്തെങ്കിലുമൊക്കെ വെട്ടിയിട്ട് കൊടുക്കും. പുല്ല് കൊടുത്തത് അതിന്. പിന്നെ അരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താ കൊടുക്കുക. എത്ര നേരം തീറ്റ കൊടുക്കും? 2 നേരം. പുറത്ത് വിട്ടാക്കുന്നില്ല നമ്മള്, അതായത് അഴിച്ചുവിട്ട് തീറ്റുന്നതോ അല്ലെങ്കിൽ പുറത്തുവിടാൻ മണ്ണുള്ള സ്ഥലമുണ്ട്.
അതിനാണ് ചെനക്കാൻ വേണ്ടിട്ടാണ് അവിടെ കുറച്ച് സ്ഥലത്ത് മണ്ണ് അതിനാണ് വെറും മണ്ണായിട്ടൊരു സ്ഥലം മാറ്റിയിട്ടിരിക്കുന്നത്. അവർക്ക് ചെനക്ക് ആരോഗ്യം സംരക്ഷിക്കാം. അത് നന്നായി. അപ്പോ ഈ ടോട്ടലേ നമുക്ക് ഇപ്പൊ 100-300 കോഴി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏകദേശം നമുക്ക് ഒരു ദിവസം കോഴിത്തീറ്റയുടെ ചെലവൊക്കെ എത്ര വരും എന്ന് നമുക്ക് കണക്കാക്കിയിട്ടുണ്ടോ? തിരക്കായി ഞങ്ങൾക്ക് ഒരു 5 കിലോ അരിയും ഒരു 5 കിലോ കോഴിത്തീറ്റയാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോഴിത്തീറ്റയ്ക്ക് എത്ര രൂപ ചെലവുണ്ട്? 10 കിലോ അരി 5 കിലോ കോഴിത്തീറ്റ. 10 കിലോ അരിയും 5 കിലോ കോഴിത്തീറ്റയും കൊടുക്കും ഒരു ദിവസത്തെ ചെലവ്. അത് വേസ്റ്റ് അരി നല്ല അരി അല്ല, ഈ വേസ്റ്റ് ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള കിട്ടും. ശരി. ചോറ് വെക്കാൻ പറ്റുന്നതല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അരിയല്ല. അതല്ല ഹോൾസെയിൽ കടയിലൊക്കെ വേസ്റ്റ് അരികൾ കിട്ടും മിക്സ് ആയിട്ട്. എങ്ങനെ വരുന്നത് എനിക്കറിയില്ല. ഞങ്ങള് അത് പുറത്ത് ഈ പാക്ക് ചെയ്യുമ്പോൾ പുറത്ത് പോകുന്നത് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ളതായിരിക്കും അല്ലെ? അപ്പൊ അത് നമ്മളൊക്കെ എവിടെ നിന്ന് വാങ്ങാറ്? നമ്മള് വടക്കാഞ്ചേരിന്ന് അതും കിട്ടും. ഈ കോഴിത്തീറ്റയ്ക്ക് എത്ര രൂപ വരുന്നുണ്ട് കിലോയ്ക്ക്? അതിന് 30 രൂപ. 30 രൂപ വരുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ഒരു 150 രൂപ കോഴിത്തീറ്റയ്ക്കും മാത്രം വരുന്നുണ്ട്. അരിക്ക് കണക്കാക്കുമ്പോ ഒരു 10-200 രൂപയോളം ഒരു ദിവസം വരും അല്ലെ? ഏകദേശം 20 കിലോ 20 ഒരു 18 രൂപ വരും. 150 രൂപ വരും. 150 രൂപ കോഴിത്തീറ്റയ്ക്കും 150 രൂപ അരിക്കും വരും. ഏതാണ്ട് ഒരു 300 രൂപയാണ് ഒരു ദിവസം നമുക്ക് ചെലവ് വരണേ. എന്നാലും നമുക്ക് 10-70 മുട്ട കിട്ടുകയാണെങ്കിൽ അത് കവർ ചെയ്ത് പോകാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ. കഴിഞ്ഞ ഏതാണ്ട് 15 വർഷക്കാലത്തെ ജോർജ് ഏട്ടന്റെ കോഴി വളർത്തൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഹൈടെക് കൂട്ടിലെ കോഴി വളർത്തൽ എങ്ങനെയാണ്, ലാഭകരമാണോ, കോഴിക്ക് പ്രധാനമായി കർഷകർ സൂചിപ്പിക്കുന്ന അസുഖങ്ങൾ വരുമ്പോൾ അതിന് നടത്തുന്ന ചികിത്സകൾ എന്തൊക്കെ, മുട്ടയുടെ വില, അതുപോലെ തന്നെ കോഴിയുടെ വില ഉൾപ്പെടെയുള്ള ജോർജ് ഏട്ടന്റെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ അനുഭവവും അറിവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. മറ്റൊരു മികച്ച വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.